നമസ്കാരം. തമിഴ്നാട്ടിൽ പുതിയൊരു മന്ത്രിസഭ അധികാരത്തിൽ വന്നിരിക്കുന്നു. അബ്രപാളികളിലാകെ ആവേശത്തിൻ്റെ കൊടുമുടിയായി നിലനിന്ന ജോസഫ് വിജയ് എന്ന മഹാനടന്റെ നേതൃത്വത്തിലാണ് TVK ഇന്ന് അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് വലിയ പ്രമുഖരാരും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല. പക്ഷേ വിജയ് ആഗ്രഹിച്ച ഒരാൾ ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെല്ലാം വിജയിയുടെ സത്യപ്രതിജ്ഞ തത്സമയം സംപ്രേക്ഷണം ചെയ്യുകയും ചെയ്തു. സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്തത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. സത്യത്തിൽ രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുന്നവരും ധാരാളമുണ്ട്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സന്തത സഹചാരിയായി ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നുള്ളത്. ഒരുപക്ഷെ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റിലെ പോരാട്ടത്തിൽ ഏറ്റവും വലിയ ശക്തിയായി കോൺഗ്രസിനോടൊപ്പം നിന്നതും DMKയുടെ പ്രതിനിധികളാണ്. ആ DMK അധികാരത്തിൽ വരാത്ത ഒരു ഘട്ടത്തിൽ എന്തിനാണ് കോൺഗ്രസിൻ്റെ 5 MLAമാർ വിജയ്ക്ക് പിന്തുണയുമായി എത്തിയത് എന്ന ചോദ്യം തമിഴകത്തിൽ സജീവമാണ്. ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിസ്സംഗതയോടുകൂടി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ പേരാണ് MK സ്റ്റാലിൻ. കാരണം ഇത്രയും കാലം കൂടെ നിന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തങ്ങളോടൊരു വാക്കുപോലും ചോദിക്കാതെയാണ് വിജയിയോടൊപ്പം പ്രവർത്തിക്കാൻ മുന്നോട്ട് പോയത് എന്നതാണ് സ്റ്റാലിൻ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. പക്ഷേ അപ്പോഴും കോൺഗ്രസ്സുകാർക്ക് ന്യായീകരിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് 1963 ശേഷം അധികാരത്തിൻ്റെ 4 അയലത്ത് പോലും എത്തിച്ചേരാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഒരു മന്ത്രിയെപ്പോലും അതിനുശേഷം സ്വപ്നം കാണാൻ കഴിയാത്ത പാർട്ടിയായിരുന്നു കോൺഗ്രസ്. സ്റ്റാലിൻ അധികാരത്തിലുണ്ടായപ്പോഴും കോൺഗ്രസിന് മന്ത്രിമാരെ ലഭിച്ചില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ട രീതിയിൽ ആ മന്ത്രിസഭയിൽ അംഗീകാരം നൽകുന്നതിന് MK സ്റ്റാലിനും തയ്യാറായില്ല. പക്ഷേ ഒരു തൂക്ക് മന്ത്രിസഭയുടെ അടയാളങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ, അത് ഭാവിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരിച്ചുവരവിന് തമിഴ്നാട്ടിൽ കളമൊരുക്കും എന്ന് കണ്ടപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് ശ്രീ രാഹുൽ ഗാന്ധി വിജയ്ക്ക് പിന്തുണ നൽകാൻ മുന്നോട്ട് വന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയ സത്യമുണ്ട്. വിജയ് അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപ് കഴിഞ്ഞ 10 വർഷക്കാലമായി അദ്ദേഹം സംസാരിച്ചു വന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പരിപൂർണമായും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. സംഘപരിവാര ശക്തികൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ദേശീയ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ മാറ്റത്തിൻ്റെ രാഷ്ട്രീയമാണ്. പ്രാദേശികവാദം ഉയർത്തുക, പ്രാദേശികപരമായിട്ട് ഭാഷാപരമായിട്ടുള്ള വാദം ഉയർത്തുക, അതുവഴി ദേശീയ ചിന്താ പദ്ധതികളെ തകർക്കുക എന്നുള്ളത് ഒരു സംസ്ഥാനത്തും വളർന്നു വരാൻ പാടില്ലാത്തതാണ് എന്ന് ചിന്തിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേര് കോൺഗ്രസ് എന്നാണ്. ആ കോൺഗ്രസിന് ദേശീയ പദവികളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന, ദേശീയ ചിന്താ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുന്ന ഒരു പുതിയ രാഷ്ട്രീയ ചക്രവാളം തമിഴ്നാട്ടിൻ്റെ മണ്ണിൽ ഉയർന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായും അതിന് പിന്തുണ നൽകേണ്ടെന്ന ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി നിർവഹിച്ചിരിക്കുന്നത്. വിജയുമായിട്ടുള്ള വലിയ ആത്മബന്ധം, വലിയ സൗഹൃദം അത് ദീർഘനാളായി തുടർന്നു വരുന്നതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അദ്ദേഹം NDAയ്ക്കും സംഘപരിവാറിനെതിരെയും BJPക്കെതിരെയും ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങളാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള അന്വേഷണ ഏജൻസികൾ തുടർച്ചയായി വിജയിയെ ദ്രോഹിക്കാൻ തമിഴ്നാട്ടിലെത്തി. അദ്ദേഹത്തെ വ്യക്തിപരമായും സാമ്പത്തികപരമായും തകർക്കാനുള്ള നിരവധി നീക്കങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്നു. ആ ഘട്ടത്തിലെല്ലാം അതിന് വഴങ്ങാതെ പുതിയ സിനിമകൾ ഉണ്ടാക്കി അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയെ വിമർശിച്ചു കൊണ്ടേയിരുന്നു. GSTക്കെതിരെ അതിശക്തമായ ഡയലോഗുകൾ ഉൾപ്പെടുത്തിയ സിനിമ പുറത്തു വന്നപ്പോൾ ആ സിനിമയെ സെൻസർഷിപ്പ് വഴി നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതാണ്. അവിടെയെല്ലാം വിജയ്ക്ക് പിന്തുണ നൽകിയത് അന്നും ശ്രീ രാഹുൽ ഗാന്ധിയായിരുന്നു. DMKയുടെ നായകൻ MK സ്റ്റാലിനുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തുമ്പോഴും ദേശീയ രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലത്തിൽ കോൺഗ്രസിന് അദ്ദേഹം നൽകുന്ന പിന്തുണയെ ശ്ലാഘിക്കുമ്പോഴും മറുഭാഗത്ത് BJPയെ തടുക്കാൻ ഈ ഒരു ഘട്ടത്തിൽ
ഒരു തൂക്കുമന്ത്രിസഭ ഉണ്ടാകാൻ പാടില്ല എന്ന ഉറച്ച വിശ്വാസം രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ അന്തർലീനമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ദക്ഷിണ ഇന്ത്യ ആകെ പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളത്. കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നു, തെലങ്കാനയിൽ കോൺഗ്രസ് ഭരിക്കുന്നു, കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസും മുന്നണിയും അധികാരത്തിലേക്ക് വരുന്നു. അതിനോടൊപ്പം കോൺഗ്രസിൻ്റെ 2 മന്ത്രിമാർ കൂടി പങ്കാളിത്തം വഹിക്കുന്ന ഒരു സർക്കാർ തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമായും ഗുണകരമാണ്. ആ ഗുണം ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരെയുള്ള യുദ്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഗുണകരമാകുമെന്ന് രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നു. ആ ചിന്താ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് പുറത്തേക്ക് വരുന്നത്. ആ ചിന്താ പദ്ധതിയാണ് ഒരുപക്ഷെ വിജയിയെപ്പോലെ നാളെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചക്രവാളത്തെ ആകെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനെ കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതിൻ്റെ ആദ്യ തുടക്കം.